He didn't tap because he was weak. He tapped because the story was complete. Thank you, John Cena. നമ്മളൊരാളെ എപ്പോഴാണ് ഗോട്ട് അഥവാ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് വിളിക്കുക? അയാൾ നേടിയ റെക്കോർഡുകൾക്കപ്പുറം അയാൾ ആ കായിക ഇനത്തിന് നൽകിയ ഇമ്പാക്റ്റും അയാൾ എത്രത്തോളം ആ കായിക ഇനത്തെയും അയാളെയും സ്നേഹിക്കാൻ ആരാധകർക്ക് ഇടവരുത്തി എന്നതും പ്രധാനമാണ്. അങ്ങനെ നോക്കുമ്പോൾ ലയണൽ മെസ്സിയും മർഡോണയും പെലെയും സച്ചിൻ ടെണ്ടുൽക്കറും റൊണാൾഡോയും ടൈഗർ വുഡ്സും സെർജി ബൂബ്കയും ഷൂമാക്കറും ഉസൈൻ ബോൾട്ടും ഒക്കെയും ഗോട്ടുകളാണ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമുകളാണ്. ഇന്നത്തെ ദിവസം അങ്ങനെയൊരു ഗോട്ടിൻ്റെ തൻ്റെ കായിക മേഖലയിലെ അവസാനത്തെ മത്സരമായിരുന്നു. ഇടിക്കൂട്ടിലെ റെസ്ലിംഗ് ആരാധകരുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ ജോൺ സീനയുടെ അവസാന മത്സരത്തിൽ ഗുണ്ടറിനോട് പരാജയപ്പെട്ട് ജോൺ കണ്ണീരോടെ 2.5 പതിറ്റാണ്ടോളം അടരാടിയ തൻ്റെ പ്രിയപ്പെട്ട റെസ്ലിംഗ് വേദിയോട് വിട പറയുമ്പോൾ കണ്ണുകൾ നിറയാത്തവരായി ആ റിങ്ങിന് പുറത്തും ലോകമെങ്ങുമുള്ള TV സെറ്റുകൾക്ക് മുന്നിലും ലൈവ് വെബ് സ്ട്രീമിങ്ങിന് മുന്നിലും ആരും ഉണ്ടായിരിക്കില്ല. കാരണം ആ മനുഷ്യൻ അത്രയേറെ റെസ്ലിംഗ് ആരാധകർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടും വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റിലെ മുടിചൂടാമന്നനായിരുന്നു അയാൾ. ട്രിപ്പിൾ എച്ചും ഷോൺ മൈക്കിൾസും അണ്ടർടേക്കറും കേർട്ട് ആംഗിളും കെയ്നും റാൻഡി ഓട്ടനും റോക്കും ബ്രോക്ക് ലെസ്നറും ബിഗ് ഷോയും എഡ്ജും ക്രിസ്ത്യനും റീമിസ്റ്റീരിയോയും CM പങ്കും ബാറ്റിസ്റ്റയും ക്രിസ് ബെനോയ്റ്റും JBLും കോഡി റോഡ്സും സെത്ത് റോളിൻസും ബോബി ലാഷിയും ബുക്കർ ടിയും ഒക്കെ വിരാജിക്കുന്ന ആ സമയത്ത് ഒരുപക്ഷെ അവരെക്കാളൊക്കെ ഏറെ ഫാൻസിനെ സൃഷ്ടിച്ചുകൊണ്ട് അവരെക്കാളൊക്കെ ഏറെ ചാമ്പ്യൻ പട്ടത്തിൻ്റെ ബെൽറ്റ് അരയിലൂടെ തൂക്കിയിട്ട് റിങ്ങിലേക്ക് നടന്നവരായിരുന്നു ജോൺ സീന. മൈക്കെടുത്താൽ ഘനഗാംഭീര്യ സ്വരത്തിൽ ആരെയും ഇരുത്തിക്കളയുകയും രസിപ്പിക്കുകയും ചെയ്യുന്ന വാഗ്ധോരണികളുടെ വലിയ ഖജനാവ് സ്വന്തമായവനായിരുന്നു ജോൺ സീന. റിങ്ങിൽ ഞാൻ തോക്കണമെങ്കിൽ ഞാൻ ചാവണമെന്ന മോട്ടോയുമായി നെവർ ഗീവ് അപ്പ് ആറ്റിറ്റ്യൂഡുമായി റഫറി 3ാമത്തെ കൗണ്ടും ചൊല്ലുന്നതിന് മുമ്പ് ചാടി എഴുന്നേറ്റവനായിരുന്നു ജോൺ സീന. പോരാടുന്നവനായിരുന്നു, പ്യുവർ എൻ്റർടൈനർ എന്ന് തന്നെ പറയാം. ആ മനുഷ്യനാണ് ഇന്ന് തൻ്റെ കരിയർ അവസാനിപ്പിച്ചിരിക്കുന്നത്. ജോൺ സീന ഒഫീഷ്യലി റിട്ടയർസ് ഫ്രം റെസ്ലിംഗ്. താങ്ക് യു ഫോർ ഓൾ ദ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഗോട്ട്. താങ്ക് യു ജോൺ സീന. ഇന്നത്തെ ദിവസം റെസ്ലിംഗ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ സങ്കടപ്പെടുത്തിയിരിക്കുമെന്ന് ഉറപ്പാണ്. ജോണിൻ്റെ അവസാന അംഗം കാണാനായി ക്യാപിറ്റൽ വൺ അറീന, വാഷിംഗ്ടൺ DC-യിലെ ക്യാപിറ്റൽ വൺ അറീനയിൽ ആരാധകർ നിറഞ്ഞു കവിയുകയായിരുന്നു. പഴയ എതിരാളികളായിരുന്ന മാർക്ക് എൻട്രിയും കേർട്ട് ആംഗിളും RVDയും ബുക്കർ ടിയും കെവിൻ ഓവൻസും എല്ലാം നേരത്തെ തന്നെ റിങ്ങിന് അടുത്ത് എത്തി നിൽപ്പുണ്ടായിരുന്നു. ആരാധകരുടെ ആരവങ്ങൾക്കിടയിൽ ജോൺ സീന അവസാന അംഗമാടാൻ വരികയാണ്. ഗുണ്ടറിനെതിരെയുള്ള ആ ഒരു മത്സരം തൻ്റെ പ്രതാപകാലത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ജോൺ റിങ്ങിൽ മനോഹരമായി തന്നെ റെസ്റ്റിൽ ചെയ്യുന്നു. ജോണിൻ്റെ സിഗ്നേച്ചർ മൂവ്മെൻറ്റുകളെല്ലാം ആരാധകർ ആഘോഷിക്കുകയായിരുന്നു ആ സമയത്ത്. ഒടുവിൽ ഗുണ്ടറിൻ്റെ ടാപ്പിൽ ജോൺ കീഴടങ്ങുമ്പോൾ ആ മുഖത്ത് എല്ലാം മതിയാക്കിയവൻ്റെ ഒരു നേർത്ത മന്ദഹാസമുണ്ടായിരുന്നു. ജോൺ ഒരിക്കൽ കൂടി അവസാനമായി തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ പൊട്ടിക്കരഞ്ഞവരായിരുന്നു ചുറ്റുമുള്ള ആരാധകരിൽ ഏറെയും. ചിലർ ഈ റിട്ടയർമെൻറ്റ് സീരീസിൽ ജോണിനെ ഇത്രയും മോശമായി അവതരിപ്പിച്ചതിന് WWE CEO ട്രിപ്പിൾ എച്ചിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഒരിക്കൽ കൂടി ജോൺ സീന അവസാന നിമിഷങ്ങളിൽ പരാജയപ്പെട്ടപ്പോൾ അത് കണ്ട് സഹിക്കാൻ തീർച്ചയായും അയാൾ സമ്മാനിച്ച രോമാഞ്ച ഓർമ്മകൾ മനസ്സിലുള്ള ആരാധകർക്ക് കഴിയുമായിരുന്നില്ല. ജോൺ പക്ഷേ മനസ്സിൽ അലയടിക്കുന്ന 1000 വികാര വിക്ഷുബ്ധതകളെ അടക്കി നിർത്തിക്കൊണ്ട് ആരാധകരെ താണു വണങ്ങിക്കൊണ്ട് തൻ്റെ ആരാധകരോട് പറയുന്നുണ്ടായിരുന്നു, നന്ദി, താങ്ക് യു ഫോർ ദ മെമ്മറീസ്. പിന്നീട് സ്റ്റേജിലേക്ക് എത്തിയ കോഡി റോഡ്സും CM പങ്കും സ്റ്റേജിന് ചുറ്റും കയ്യടികളുമായി നിന്ന എല്ലാ റെസ്ലേഴ്സും റെസ്ലിംഗിലെ ഗോട്ടിനു വേണ്ടി ക്ലാപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് കോഡിയും പങ്കും നിങ്ങളാണ് യഥാർത്ഥ ചാമ്പ്യൻ എന്ന തരത്തിൽ തങ്ങളുടെ വർഷങ്ങളോളം ജോണിൻ്റെ ചുമലിൽ വിശ്രമിച്ചിരുന്ന ആ ഒരു ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യൻ പട്ടം ജോണിന് കൈമാറുന്നു. ജോൺ, നിങ്ങളാണ് യഥാർത്ഥ ചാമ്പ്യൻ എന്നവർ പറയുന്നുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി ജോൺ സീന എത്രയോ വട്ടം തൻ്റെ ചുമലിൽ വിശ്രമിച്ചിരുന്ന ആ ബെൽറ്റുകൾ കൈകൊണ്ട് ചാമ്പ്യന് ചേർന്ന വട്ടം ഉയർത്തുന്നു. ദ ചാമ്പ് ഈസ് ഹിയർ, ഇഫ് യു വാണ്ട് സം കം ഗെറ്റ് സം. ജോൺ പിന്നീട് ആരോടും ഒന്നും മിണ്ടാതെ തൻ്റെ ആ ഒരു ഹാൻഡ് ബാൻഡും അതുപോലെ തന്നെ ഷൂവും ഒക്കെ ആ റിങ്ങിൽ ഉപേക്ഷിച്ച് തിരിച്ചു നടക്കുന്നു. 2 പതിറ്റാണ്ടായുള്ള നമ്മുടെ ഓർമ്മകളുടെ 90s കിഡ്സിൻ്റെ കുട്ടിക്കാലവും കൂടിയായിരുന്നു അവിടെ ഒഫീഷ്യലി അവസാനിച്ചത്. അവർ ചൈൽഡ്ഹുഡ് ഒഫീഷ്യലി എൻഡ്സ്. താങ്ക് യു സീന. 17 ടൈം വേൾഡ് ചാമ്പ്യൻ, 5 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ, 4 ടാഗ് ടീം ചാമ്പ്യൻ, ഇന്റർകോണ്ടിനെന്റൽ ചാമ്പ്യൻ, 2 മണി ഇൻ ദ ബാങ്ക് വിന്നർ, 2 റോയൽ റംബിൾ വിന്നർ, 6 റെസിൽമാനിയ മെയിൻ ഇവൻറ്റർ, 4 ടൈം എലിമിനേറ്റർ ചേംബർ വിന്നർ. That's a wrap on the greatest of all time, John Cena. The greatest of all time എന്ന് തന്നെ പറയാം. ജോൺ സിനയോളം റെസ്ലിംഗ് ആരാധകരെ ത്രില്ലടിപ്പിച്ചവർ കുറവായിരിക്കുമെന്ന് തന്നെ പറയാം. യു ക്യാൻ സീ മീ എന്ന ഐക്കോണിക് വാചകങ്ങൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ ആ ഒരു തീം മ്യൂസിക് വരുമ്പോൾ തന്നെ നമുക്ക് തരുന്നൊരു രോമാഞ്ചമുണ്ട്, മാജിക് എന്ന് തന്നെ പറയാം.
സിനിമാഭിനയത്തിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തു തുടങ്ങിയതോടെ കഴിഞ്ഞ ഒരു 6-7 വർഷമായി റെസ്ലിംഗ് വേദികളിൽ വല്ലപ്പോഴും മാത്രമേ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവാറുള്ളൂ എങ്കിലും ജോൺ സീന ശരിക്കും റെസ്ലിംഗിലെ ഒരു വികാരമായിരുന്നു, ഒരു നൊസ്റ്റാൾജിയായിരുന്നു. അതുകൊണ്ട് കൂടിയാവാം ഈയിടെയുള്ള റിംഗ് അപ്പിയറൻസുകളിൽ അദ്ദേഹം ഇന്നലെ വന്നവന്മാരോട് പോലും തോൽക്കുന്നത് കാണുമ്പോഴും അനാവശ്യമായി ഇടിമേടിക്കുന്നത് കാണുമ്പോഴും ചെറിയൊരു സങ്കടം മനസ്സിൽ അങ്കുരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ റിട്ടയർമെൻറ്റ് ടൂറിൽ ജോൺ സീന പലരോടും തോറ്റത് കണ്ടപ്പോൾ അങ്ങനെയൊരു സ്റ്റോറി ലൈനാണ് ജോൺ സീനയ്ക്ക് നൽകിയിരിക്കുന്നത് എന്നത് കണ്ടപ്പോൾ ഇപ്പോഴത്തെ WWE CEO ട്രിപ്പിൾ എച്ചിനെതിരെ ആരാധകർ രൂക്ഷമായി വിമർശിക്കുന്നതും തെറിവിളിക്കുന്നതും ഒക്കെ അതുകൊണ്ട് കൂടിയാണ്. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട ജോൺ ഇങ്ങനെ തോറ്റുകൊണ്ട് വിരമിക്കുന്നത് കാണാനല്ല ബഹുഭൂരിപക്ഷം ആരാധകരും ആഗ്രഹിക്കുന്നത്. ഏതാണ്ട് 2 പതിറ്റാണ്ട് മുമ്പ് കേർട്ട് ആംഗിളിന്റെ ഓപ്പൺ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് റിങ്ങിലെത്തി ഒരൊറ്റ മാച്ചിലൂടെ റെസ്ലിംഗ് ആരാധകരുടെ ശ്രദ്ധ ആകർഷിച്ച താരമായിരുന്നു ജോൺ സീന. അവിടുന്ന് ഇങ്ങോട്ട് എണ്ണമറ്റ മത്സരങ്ങളാണ്, റെസ്ലിംഗ് അപ്പിയറൻസുകളാണ്, മൈക്കിലെ പെർഫോമൻസുകളാണ്, എതിരാളികൾ ആരായാലും അവരെ കീഴടക്കുന്ന ഫിനിഷിംഗ് മൂവുകളാണ്. ദ ലാസ്റ്റ് റിയൽ ചാമ്പ്യൻ എന്ന് തന്നെ പറയാം. ലോകമെമ്പാടുമുള്ള റെസ്ലിംഗ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് ജോൺ സീന കഴിഞ്ഞ വർഷം തൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. 2025 ഡിസംബറോടെ, അതായത് ഈ ദിവസത്തോടെ കരിയർ അവസാനിപ്പിക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ പ്രഖ്യാപനം. ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള റെസ്ലിംഗ് താരങ്ങളിൽ ഒരാളായ ജോൺ സീനയുടെ ഈ ഒരു തീരുമാനം ആരാധകരെ നിരാശയുടെ പടുകുഴിയിലേക്ക് അന്ന് തള്ളിവിട്ടിരുന്നു. 17 തവണ WWE ലോക ടൈറ്റിൽ സ്വന്തമാക്കിയ ജോൺ സീന കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന റെസിൽമാനിയയിൽ കോഡി റോഡ്സിനെ തോൽപ്പിച്ചാണ് 17ാമതും ആ സമയത്ത് ചാമ്പ്യനായത്. അതൊരു റെക്കോർഡ് കൂടിയായിരുന്നു. റിക് ഫ്ലെയറിൻ്റെ 16 തവണ ചാമ്പ്യൻ പട്ടം എന്ന ആ ഒരു റെക്കോർഡാണെന്ന് ജോൺ മറികടന്നത്. അമേരിക്കയിലെ വെസ്റ്റ് ന്യൂബറിയിൽ 1977 ഏപ്രിൽ 23 അദ്ദേഹം ജനിച്ചത്. തൻ്റെ 22ാം വയസ്സ് മുതൽ അദ്ദേഹത്തിൻ്റെ റെസ്ലിംഗ് കരിയർ ആരംഭിക്കുകയാണ്. 2005 ഏപ്രിൽ 3 അദ്ദേഹം ആദ്യം ലോക ചാമ്പ്യനാകുന്നത്. അതിനുശേഷം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ കരിയറാണ് ജോൺ സീനയുടേത്. ജോൺ ഫെലിക്സ് അന്തോണി സീന എന്ന ജോൺ സീന 2001 മുതലാണ് അദ്ദേഹം പ്രൊഫഷണൽ റെസ്ലറായി WWEയിൽ ചേരുന്നത്. 1998 സ്പ്രിംഗ്ഫീൽഡിൽ നിന്നും എക്സസൈസ് ഫിസിയോളജിയിൽ ബിരുദമെടുത്ത ജോൺ സീന അതിനുശേഷം ബോഡി ബിൽഡിങ്ങിനായി തൻ്റെ കരിയർ നീക്കിവെക്കുന്നു. പിന്നീട് ലെമൂസിൻ എന്ന കമ്പനിയിൽ കാർ ഡ്രൈവറായി ജോലി നോക്കുന്നു. തുടക്കഘട്ടത്തിൽ ബോഡി ബിൽഡറായി കരിയർ തുടങ്ങുന്നതിനായി 98 കാലിഫോർണിയയിലേക്ക് ചേക്കേറിയ ജോൺ സീന 99 പ്രൊഫഷണൽ ഗുസ്തിയിലേക്ക് റെസ്ലിംഗിലേക്ക് മാറുകയും അൾട്ടിമേറ്റ് പ്രോ റെസ്ലിംഗിനായി അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തത്. 2001 അദ്ദേഹം അന്നത്തെ വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷനുമായി, അതായത് ഇന്നത്തെ WWE ഒപ്പുവെക്കുന്നത്. പിന്നീട് നടന്നത് ചരിത്രമാണ്. 2005 തൻ്റെ ആദ്യ WWE ചാമ്പ്യൻഷിപ്പ് നേടി അദ്ദേഹം. 2000കളുടെ മധ്യം മുതൽ 2010 അവസാനം വരെ അദ്ദേഹം WWE മെയിൻ ഫേസ് ആയിരുന്നു എന്ന് നമുക്കറിയാം. ആ സമയത്തൊരു ചങ്ങലയൊക്കെ കഴുത്തിൽ തൂക്കിയിട്ടായിരുന്നു ജോൺ സീനയുടെ ആ റിങ്ങിലേക്കുള്ള അപ്പിയറൻസ്. ഇപ്പോഴും ആരാധകരുടെ മനസ്സിൽ അതൊക്കെയുമുണ്ട്. റെസ്ലിംഗിൻ്റെ ആറ്റിറ്റ്യൂഡ് അഗ്രഷൻ എറയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ജോൺ സീന. അപ്പോൾ പിന്നീട് കരിയറിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു അദ്ദേഹം സിനിമയിലും ഒരു കൈ നോക്കിയത്. ദി മറൈൻ 2006 ഇറങ്ങിയ മറൈൻ എന്ന ചിത്രത്തിലായിരുന്നു ജോൺ സീന ആദ്യമായി അഭിനയിച്ചത്. 2006 ഒക്ടോബർ 13 ഇറങ്ങിയ ഈ ചിത്രം ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ ഏകദേശം $7 മില്യൺ അമേരിക്കൻ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടുന്നത്. പിന്നീട് ട്രെയിൻ റെക്ക്, ഫെർഡിനാൻഡ്, ബ്ലോക്കേഴ്സ്, ബംബിൾ ബി ഇവയിലൊക്കെയും അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. അതുപോലെ F9, ദ സൂയിസൈഡ് സ്ക്വാഡ് എന്നീ സിനിമകളിലെല്ലാം അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ വേഷം അനശ്വരമാക്കുകയുണ്ടായി. ഇനി ഒരുപക്ഷെ ജോൺ തീർച്ചയായും പൂർണ്ണമായും സിനിമയിലേക്ക് തന്നെ തൻ്റെ കരിയർ പറിച്ചു നടന്ന തിരക്കിലായിരിക്കാം. ഹോളിവുഡിലെ ആക്ഷൻ ഹീറോകളിൽ ഒരാളായി അദ്ദേഹം മാറിയേക്കാം. എങ്കിലും ജോൺ സീന റിങ്ങിൽ അവശേഷിപ്പിച്ച ആ ഒരു നിമിഷങ്ങൾ അത്രയും മനോഹരമായിരുന്നു, അത്രയും നൊസ്റ്റാൾജിക്. അവസാന അംഗവും അവസാനിപ്പിച്ച് ജോൺ നടന്നകലുമ്പോൾ മനസ്സിലെവിടെയെങ്കിലും ഒരിറ്റു കണ്ണീരണിയാത്തവർ തീർച്ചയായും കുറവായിരിക്കും റെസ്ലിംഗ് ആരാധകർക്കിടയിൽ. ജോൺ, നിങ്ങളൊരു ഹീറോ ആയിരുന്നു. യു മെയ്ഡ് അവർ ചൈൽഡ്ഹുഡ് ഔസം. താങ്ക് യു ജോൺ സീന.